മുട്ടത്തോട് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ സാധാരണ ചെടികളുടെ കടക്കലിട്ട് കൊടുക്കാറുണ്ടല്ലേ. പക്ഷേ ഈ മുട്ടത്തോട് ഇതുപോലെ ഉണക്കാതെ പൊടിക്കാതെ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് നമ്മുടെ ചെടികളിൽ കടക്കലിട്ട് കൊടുത്താൽ എന്താ ഗുണമെന്ന് പറഞ്ഞു തരട്ടെ. നമ്മുടെ പഴയ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റിംഗ്സ് മാറ്റിയിട്ട് പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ കപ്പുകളിൽ പലതരം ചെടികളാണ് ഞാൻ നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ ഞാനൊരു 30ഓളം ചെടികൾ, വെറൈറ്റി ചെടികളാണ് നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കപ്പിൽ ഇതുപോലെ നമ്മളിതുപോലെ പൊടിച്ച മുട്ടത്തോട് ഇട്ട് കൊടുത്താൽ ഒച്ച വന്നിട്ടുള്ള ശല്യം നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതുപോലെ എല്ലാ ചെടികളുടെ കടക്കിലും മുട്ടത്തോട് ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഒരു കോഴിമുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു ചിരട്ട നിറച്ചും ചാരം നന്നായിട്ട് തന്നെ പത വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ബീറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പ് വെച്ചിട്ട് നന്നായി ഇളക്കിയാൽ മതി. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് പൊടിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. 10 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലടങ്ങിയിട്ടുള്ള ചാരത്തിൽ നന്നായി പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുട്ടയിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യവും ചേർന്നിട്ട് നമുക്ക് നല്ലൊരു വളമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഉള്ള സംഭവങ്ങൾ സൂക്ഷ്മാണുക്കൾ നന്നായിട്ട് ഇങ്ങനെ വിഘടിക്കാൻ വേണ്ടിയിട്ടാണ്, മണ്ണിലുള്ള സൂക്ഷ്മജീവികളൊക്കെ നന്നായി വിഘടിച്ചിട്ട് പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇതുപോലെ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ട എടുക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള മുട്ടത്തൊണ്ടിൽ ഇതുപോലെ കുറച്ച് അതിലിങ്ങനെ തൊണ്ടിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കഴുകിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി കഴുകിയിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെടികൾക്ക് നല്ല വളമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുട്ടത്തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം ചെടിയുടെ കടക്കലിട്ട് കൊടുത്താൽ ചെടികൾക്ക് നല്ല കാൽസ്യം കിട്ടും. അതെല്ലാവരും ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് റോസയുടെ കടക്കലിട്ട് കൊടുക്കുകയാണെങ്കിൽ റോസ നന്നായിട്ട് പൂക്കൾ വെച്ച് കൊടുക്കുന്നത്. ഇത് ബോൾസം പോലത്തെ ചെടികൾക്കുണ്ടല്ലോ, ചൈനീസ് ബോൾസം, അതുപോലെയുള്ള ചെടികൾക്കൊക്കെ നല്ല വളമാണ് കേട്ടോ ഈ ഒരു വളം മുട്ടയുടെ തോട് കഴിക്കെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ മുട്ട പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു വെള്ളം ഉപ്പിടാണ്ട് പുഴുങ്ങണം. മുട്ട ഉപ്പിടാണ്ട് പുഴുങ്ങിയിട്ടുള്ള ആ വെള്ളമാണ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത്. ഉപ്പിട്ട് ഇലകൾ വേണ്ട ചെടികൾക്ക്, അതായത് ഇലകൾ വേണ്ട പച്ചക്കറികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ചീരക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പൂക്കൾ ഉണ്ടാകുന്ന നമ്മുടെ പൂച്ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ മുല്ല, അതുപോലെ മെരിസ്റ്റോമ, പിന്നെ അഡീനിയം, ഇതിനൊക്കെ ഈ വളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ തൊണ്ട് ഇതിന് നന്നായി പൊടിച്ച് ചേർത്തിട്ട് അതിൻ്റെ കടക്കൽ തൊണ്ടും വെള്ളവും ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. ഉപ്പ് ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ തോല്, ചായപ്പിണ്ടി, ഉള്ളിത്തോല്, വാഴക്കത്തൊലി, അതുപോലെ മുട്ടത്തോട്, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇത് നമ്മൾ ഒരു ദിവസത്തെയല്ല, എല്ലാ ദിവസത്തെയും നമ്മളിതുപോലെ ശേഖരിച്ചിട്ട് നന്നായിട്ട് ഉണക്കി വെക്കാം. എന്നിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയാൽ ഇതുപോലെ പൊട്ടിയിട്ട് കിട്ടും. അത് നമുക്കൊരു കുപ്പിയിലിട്ട് വെക്കാം. എന്നിട്ട് ഇത് 1 ടീസ്പൂൺ വീതം നമ്മുടെ മുളക്, തക്കാളി, വെണ്ട, വഴുതന ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം.